ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണ്. വീട്ടിലെ വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹൽവയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ കയ്യിൽ വെച്ച് അമർത്തുമ്പോൾ പൊടിയുന്ന ആ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. ഇതാ ഞാൻ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 18 മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇതാ മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കാം. ഞാനിവിടെ 10 അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നടു മുറിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. റോസ്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇതാ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 4 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നൂല് പരുവത്തിലാവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നല്ലോണം പതഞ്ഞ് വന്നാൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള അവല് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ 1-ാം പാല് 2-ാം പാൽ അങ്ങനെ സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിലുള്ള പാലെടുത്താൽ മതി. 1 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണിത്. ഇത് നമുക്ക് കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് നല്ലോണം തിളച്ച് വന്നിട്ടുള്ള ഈ ശർക്കര പാനിയിലോട്ട് നമുക്ക് അവലിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ലോയിലാക്കി വെക്കണം. ഇനി ഇത് കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് റൂം ടെമ്പറേച്ചറിൽ നിന്ന് നന്നായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോവണം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണ വന്നതായി കാണാം. ഇതിലോട്ട് നമ്മൾ എക്സ്ട്രാ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് തേങ്ങാപ്പാലിൽ നിന്നും വന്നിട്ടുള്ള എണ്ണയാണ്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.